ഇന്നലെ ഫെവിക്കോളൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ 2 ക്ലേ ഉണ്ടാക്കി എടുത്തായിരുന്നു. അപ്പോൾ ആ ക്ലേ നമുക്ക് വർക്കിംഗ് ആണോ എന്ന് അറിയണ്ടേ. ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ കാണാത്തവർക്കായി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്ന ഇന്നലെ മൈദ വെച്ചുണ്ടാക്കിയ ക്ലേ വെച്ചിട്ടാണ്. നിങ്ങൾ ഈ ക്ലേ എടുക്കുമ്പോൾ അത് ലൂസായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ മൈദമാവ് ഇട്ടിട്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് വെച്ച് ഞാനൊരു സ്ട്രോബെറിയാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. ക്ലേ ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴേ വലിയ ക്രാഫ്റ്റൊന്നും ചെയ്യണ്ടെന്ന് വെച്ച്. അതുമല്ല, ഈ ക്ലേ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചല്ലേ ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ ലിമിറ്റേഷൻസും ഉണ്ട്. ഇത് വെച്ച് നമുക്ക് ട്രിങ്കറ്റ് ഡിഷ് പോലുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഈ സ്ട്രോബെറിയുടെ ലീഫൊക്കെ വെക്കുമ്പോൾ അത് നല്ല രീതിക്ക് അവിടെ ഒട്ടിയിരിക്കാനായിട്ട് ഞാൻ അവിടെ കുറച്ച് വെള്ളം തേച്ച് കൊടുത്തതിന് ശേഷമാണ് ഒട്ടിച്ചു വെക്കുന്നത്. അതുപോലെ 4 ലീഫുകൾ ഞാൻ ഈ സ്ട്രോബെറിക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ക്ലേ നമുക്കൊരു പകുതി സക്സസ് ആയെന്നേ പറയാൻ പറ്റൂ. കാര്യം ഇത് ഉണങ്ങി കിട്ടണ്ടേ. സത്യം പറഞ്ഞാൽ ഇത് ഉണങ്ങി കിട്ടാൻ എത്ര സമയം എടുക്കും എന്നതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല. എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, നോക്കാം. ഇത് സക്സസ് ആയില്ലെങ്കിൽ എന്താ, നമ്മൾ വേറെ ട്രൈ ചെയ്യും. ലീഫെല്ലാം നമ്മൾ നല്ല രീതിക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിലോട്ട് ഇങ്ങനെ ആക്കിയെടുക്കണം. പിന്നെ നമ്മുടെ സ്ട്രോബെറിയിൽ വെക്കാനായിട്ട് നമ്മളിങ്ങനെ ഒരു കമ്പും ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ സ്ട്രോബെറിയുടെ കണക്കത്തെ ടെക്സ്ചർ കൊണ്ടുവരാനായിട്ട് നമ്മളിങ്ങനെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതേ ക്ലേ വെച്ച് തന്നെ ഒരു ഫ്ലവറും ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഫ്ലവർ നിങ്ങൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. കുറച്ച് ക്ലേ എടുത്ത് ഇങ്ങനെ റൗണ്ടാക്കി എടുത്തിട്ട് അതെല്ലാം കൂടി ഇങ്ങനെ ചേർത്ത് ഒട്ടിച്ചാൽ മതി. ഇതുണ്ടാക്കാനും സിമ്പിളാണ്, കാണാനും നല്ല ക്യൂട്ടാണ്. അപ്പം ഞാൻ എല്ലാം കൂടെ ചേർത്തൊട്ടിച്ച് കൊടുത്ത് നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ എന്ത് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയെന്ന്. ഈ 3 ഐറ്റംസാണ് നമ്മൾ മൈദ വെച്ച് ചെയ്ത ക്ലേ വെച്ച് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ എക്സ്പെരിമെൻറ്റ് 2 എടുക്കാം, അതായത് അരിപ്പൊടി വെച്ചുണ്ടാക്കിയ ക്ലേ. പക്ഷേ ഈ ക്ലേയുടെ ടെക്സ്ചർ എനിക്ക് വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടും ശരിയാകുന്നില്ല. ഇതിനി ശരിയായി കിട്ടുമോയെന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അത് വെച്ച് സിമ്പിളായിട്ട് നമ്മൾ നേരത്തെ ഫ്ലവർ ഉണ്ടാക്കിയില്ലേ, അതേ പ്രോസസ്സ് തന്നെ. അപ്പം നമ്മളിവിടെ ഒരു സൂര്യനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയത്. സൂര്യനുണ്ടെങ്കിൽ മൂണും വേണമല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു മൂണും ചെയ്തെടുക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഈ ക്ലേ വെച്ച് എനിക്ക് വേറൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. മൂണാവുമ്പോൾ സിമ്പിളല്ലേ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഈ 2 ക്ലേ വെച്ചും ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ക്ലേ ഡ്രൈ ആവാൻ എത്ര സമയം എടുക്കും എന്നുള്ള കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിതെല്ലാം പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോസ് കാണാനായിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.